ഇവിടെ ഇപ്പൊ ഈ ചങ്ങായി ഉള്ളത് ഇവിടെ ഇപ്പൊ ഉണ്ട് അറിഞ്ഞത്. സ്ഥലമുള്ളപ്പത് ആ രാജുവിനോട് ആ പഹനോട് ഇവിടെ നിക്കാൻ പറഞ്ഞാണത്. എന്ത് കാട്ടുമുക്ക് സ്ഥലം അത്. ആ ഇവന്റെ കല്യാണത്തിന് പോലുള്ളത് ആ നജീബിന്റെ ഓനോട് ഇവിടെ നിക്കാൻ പറഞ്ഞാണല്ല. ഇവൻ എന്ത് പണിയാ കാട്ടിയത്. വല്ലാത്തൊരു കാട്ടുമുക്കുള്ളത്. മനസ്സം ഇവിടെ തെരഞ്ഞന്ന് കുടുങ്ങി ഫ്ലൈറ്റല്ല പോയി. ഓ ഏതാപ്പത് സ്ഥലം. അടിപൊളി സ്ഥലമുള്ള വെറുതെ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഇവന്റെ സ്ഥിരം കേന്ദ്രമാണിത് തോന്നുന്നുണ്ട്. നല്ല രസമുണ്ടല്ല. ഏതായാലും ഇപ്പൊ ഇവനെ ഏതായാലും കാണാനില്ല. ഞാൻ ഓൻ വരുമ്പോ എട്ടെ ഞാൻ കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ. ഈ കുറച്ച് കഴിഞ്ഞിട്ട് പോണം. എന്തോ ഒരു തരികിട വേണ്ടി ഇരിക്കുന്നുണ്ട്. അതിന് ഇങ്ങനത്തെ സ്ഥലത്ത് ഇപ്പം വരാൻ പറ്റും. കല്യാണത്തിന് പോകണമെന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ വല്ലാത്ത രസമുണ്ട്. ഞാൻ എന്നെ കാത്തുക്കൽ തുടങ്ങിയിട്ട് 1 മണിക്കൂറായി. ഞാൻ കാത്തുനിന്ന് കാലിന്റെ മുട്ട വേദനയായി. എവിടെ രാജുവാ? ഞാനിപ്പോ ബൈക്ക് പോവാ. നമ്മൾ കല്യാണത്തിന് കുറച്ചുണ്ട് പോകാൻ പോലെ അർദ്ധനിട്ട് ഒരാൾ വിളിക്കണ്ടോ? കല്യാണത്തിന് ഇന്ന് പോകാന്ന് പറഞ്ഞല്ല. ഇജ്ജും ഞാനും കൂടി കുടിയിരിക്കലിന്, മുടിയാഴ്ചന്, പൂരത്തിന്, ഇനി എവിടൊക്കെ പോണം, പാർക്കില്, ടൂറ്, എല്ലാ സ്ഥലത്തേക്കും ഞാനിജ് ഒന്നിച്ച് പോണേ. എനക്ക് ഇതിനിപ്പോ എന്നെ കൊണ്ടുപോകാൻ പറ്റാത്ത പ്രശ്നം എന്താ കാര്യം? ഇതിന് എന്നെ കൊണ്ടുപോകാൻ പറ്റാത്തോണ്ടാണ്. അല്ല എന്നെ കൊണ്ടുപോകുന്നതാണ്. അല്ലാത്തതിനൊക്കെ ഞാൻ കൊണ്ടുപോകുന്നില്ലേ? ഇതിന് കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഇന്നെ ഒഴിവാക്കിയിട്ട് ഒറ്റക്ക് എന്തോ എൻ്റെ തരികിട പരിപാടി ഉണ്ട്. എൻ്റെ അരിയിലെന്താ ഇവിടെ എനിക്ക് സംശയമുണ്ട്. ഇവിടെ കാടും അതും ഇതൊക്കെ ഏണേനോ. ഞാനിവിടെ വന്നു നോക്കിയപ്പോഴല്ല എത്ര നല്ല അടിപൊളി സ്ഥലവും എന്തോ തരികിടുണ്ട്. എന്താണ് എന്റെ പരിപാടി? ഞാനും വന്നു നോക്കട്ടെ. അവിടെ നിൽക്ക് പോവല്ല, എനിക്കറിയണല്ലോ. ഇതിനാണ് ജിന്നെ കൊണ്ടുപോകാതെ പോകുന്നതല്ലേ. ധൃതിയില് പോവുകയാണ് അറിഞ്ഞത്. കൂറാൻ മുട്ടിയ ഒരു സുഹൃത്തും ഒന്നും വേണ്ട, ആരും വേണ്ട. എല്ലാ സംഗതിക്കും ആളെ കൊണ്ടുപോകാം. പക്ഷെ തൂറാൻ മുട്ടി പോകുമ്പോൾ ഒരു സുഹൃത്തിനെ, ഒരു ബന്ധക്കാരെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇത് ഞാൻ തോറ്റുപോയി. തൂറിട്ട് എപ്പോഴാ